ഹായ് ഓൾ, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഫ്രെ ചോഷറുടെ മെയിൻ വർക്കായിട്ടുള്ള വൈഫ് ഓഫ് ബാത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ആദ്യം തന്നെ ചോഷറുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ചോഷർ എന്ന് പറയുന്നത് അദ്ദേഹം അറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്ന പേരിലാണ്. അദ്ദേഹം ഓതറാണ്, പോയറ്റാണ്, ഫിലോസഫറാണ്, ആൽക്കമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ദ കാൻറ്റർബറി ടൈൽസ്, ദ ലെജൻഡ്സ് ഓഫ് ഗുഡ് വുമൺ, ദ ഹൗസ് ഓഫ് ഫെയിം, ദ പാർലമെൻറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വർക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. വൈഫ് ഓഫ് ബാത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി എടുത്തിരിക്കുന്നത് ജോഫ്രെ ചോഷറുടെ വർക്കായിട്ടുള്ള ദ കാൻറ്റർബറി ടൈൽസിൽ നിന്നാണ്. ഇതിൽ പറയുന്നത് 5 ടൈംസ് മാരി ചെയ്തിട്ടുള്ള സ്ത്രീയുടെയും പുരുഷന്മാർക്കിടയിലുള്ള പവർ, മാരേജ്, ലവ് എന്നിവയെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ള ബോൾഡായിട്ടുള്ള, ആരോടും തുറന്ന് സംസാരിക്കുന്ന ഒരു വുമൺ പറയുന്ന ഒരു സ്റ്റോറിയാണിത്. ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ തീം എന്ന് പറയുന്നത് ഇക്വാലിറ്റി, ഫീമെയിൽ സോവറിനിറ്റി എന്നിവയൊക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ സമ്മറിയിലോട്ട് പോവാം. ഈ ഒരു വൈഫ് ഓഫ് ബാത്ത് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ആർത്തർ രാജാവിൻ്റെ ഭരണകാലത്ത് നൈറ്റ് എന്ന് പറയുന്ന വ്യക്തി യങ് മെയ്ഡനെ റൈപ്പ് ചെയ്ത സ്റ്റോറിയാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോറി കോർട്ടിലെത്തിയ സമയത്ത് ക്രൈം കേട്ടിട്ട് വളരെയധികം ഷോക്കായെന്നാണ് പറയുന്നത്. ആ സമയത്ത് നൈറ്റിൻ്റെ തല വെട്ടാനായിരുന്നു വിധിച്ചിരുന്നത്. പിന്നീട് ക്യൂൺ ഇടപെട്ടിട്ട് അതായത് നൈറ്റിനൊരു ചാൻസ് കൊടുക്കുക എന്നുള്ള ഒരു സജഷനിലെത്തി. പിന്നീട് കിങ്ങും അതിൽ അഗ്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് ക്യൂണ് പറയാണ് നൈറ്റിനോട് തൻ്റെ ലൈഫ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വേൾഡിൽ വുമണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് രക്ഷിക്കാമെന്ന് അഗ്രി ചെയ്യാണ്? ക്യൂണ് അഗ്രി ചെയ്യാണ്. ആഫ്റ്റർ നൈറ്റ് എന്ത് ചെയ്തു? കോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി അദ്ദേഹം ലോകം മുഴുവനും കറങ്ങാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ഓരോ വുമൺസിനോടായിട്ട് ചോദിക്കുകയാണ് എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ചില വുമൺസ് പറയുന്നത് വെൽത്താണെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് കുറച്ച് റെസ്പെക്റ്റ് കിട്ടിയിരുന്നെങ്കിൽ അത് മതിയെന്നാണ്. ഈ ഒരു ആൻസറൊക്കെ നൈറ്റിൻ്റെ വളരെയധികം സാഡിസ്റ്റാക്കി. കാരണം ആ ഒരു ആവശ്യങ്ങളൊന്നും അല്ല ശരിക്കും ഒരു ആൻസറായിട്ട് വരുന്നത് നൈറ്റിന് മനസ്സിലായി. അദ്ദേഹത്തിന് ഈ ഒരു ആൻസറൊക്കെ കേട്ട സമയത്ത് വളരെയധികം സാഡായിട്ട് പിന്നീട് അദ്ദേഹം കോർട്ടിലേക്ക് തന്നെ റിട്ടേൺ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്ത് ഗ്രൂപ്പ് ഓഫ് ലേഡീസ് ഫോറസ്റ്റിൽ ഡാൻസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. നൈറ്റ് അവരോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസ് അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മങ്ങിപ്പോവുകയാണെന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഒരു ഓൾഡ് വുമണിനെ കാണണം, അതായത് ഒരു അഗ്ലി ആയിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു വുമണിനെ കാണുകയാണ്. ആ സമയത്ത് അദ്ദേഹം നൈറ്റ് ആ സ്ത്രീയോട് ഒരു ഹെൽപ്പ് ചോദിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് വുമണ് പറയുകയാണ്, എനിക്കൊരു ഫേവർ ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആ സ്ത്രീ തരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു നൈറ്റ് ഈ ഒരു പ്രോമിസ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അവളെയും കൂട്ടിയിട്ട് കോർട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നൈറ്റ് ആൻസർ ചെയ്യണം, അതായത് വുമൺ ഏറ്റവും കൂടുതൽ ആവശ്യം പുരുഷന്മാരുടെ, അതായത് ഹസ്ബൻഡിൻ്റെ സോവറിനിറ്റി ആണെന്നാണ് പറയുന്നത്. പരമാധികാരമാണെന്ന് ആരോട് പറയാണ്? ക്യൂണിനോട് പറയും. ഈ ആൻസർ കേട്ടതിന് ശേഷം ക്യൂണ് അദ്ദേഹത്തിൻ്റെ നൈറ്റിൻ്റെ ലൈഫ് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് അഗ്ലി വുമണെ വിവാഹം ചെയ്യാൻ നൈറ്റിനോട് പറയാണ്. നൈറ്റ് കരയാൻ തുടങ്ങുകയാണ്. എന്നിട്ട് അവളെ ഒരു വൈഫായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുമെങ്കിലും പിന്നീട് മനസ്സോടുകൂടി അവളെ മാരി ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ ആഫ്റ്റർ മാരേജ് അന്ന് നൈറ്റിൽ ഈ ഒരു അഗ്ലി വുമണ് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇത്ര സാഡായിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ റിപ്ലൈ ചെയ്യാൻ അദ്ദേഹം ഒരിക്കലും ഒരു അഗ്ലി വുമണ് വൈഫായിട്ട് ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറയാണ്. ആ സമയത്ത് അഗ്ലി വുമണ് പറയാണ്, നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യങ് ലേഡിയെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പക്ഷേ അവളൊരിക്കലും ഹസ്ബൻഡിന് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ളൊരു വൈഫായിരിക്കില്ല. അല്ലെങ്കിൽ അഗ്ലി വുമണിനെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം, പക്ഷെ അവളെപ്പോഴും ഫെയ്ത്ത്ഫുൾ ആയിരിക്കും, ഹസ്ബൻഡിനോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കുമെന്ന് പറയാം. ഇത് കേട്ടിട്ട് നൈറ്റ് റിപ്ലൈ ചെയ്യുന്നത്,
ആ ഒരു കാര്യം ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് ചൂസ് ചെയ്യണമെന്ന്, തൻ്റെ വിധിയെ ചൂസ് ചെയ്യേണ്ടത് ആരാണെന്ന്, വൈഫാണ് തൻ്റെ വിധിയെ ചൂസ് ചെയ്യേണ്ടതെന്ന് അവന് റിപ്ലൈ കൊടുക്കുകയാണ്. ഇത് കേട്ടതിന് ശേഷം നൈറ്റ് ഈ ഒരു വുമണിനെ നോക്കുന്ന സമയത്ത് ആ ഒരു വുമൺ കാണപ്പെടുന്നത് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ വുമൺ ആയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറി നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്, അതായത് വുമൺസ് എപ്പോഴും ഹസ്ബൻഡിനെ നിയന്ത്രിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഇതിൽ കിങ് ആർത്തർ പോലും തൻ്റെ വൈഫിൻ്റെ ഡിസിഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്റ്റോറിയുടെ എൻഡിൽ നൈറ്റ് പോലും ഡിസൈഡ് ചെയ്യുന്നുണ്ട് തൻ്റെ ഫെയ്റ്റിനെ അഗ്ലി വുമണ് ഡിസൈഡ് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നൈറ്റ് നമുക്ക് തരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈലിലൂടെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, ജെൻറ്റിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഇൻഹെറിറ്റഡ് അല്ല. അത് ഒരു ട്രൂ ഗുഡ്നെസ് എന്ന് പറയുന്നത് ഒരാളുടെ ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്.